എനിക്ക് വരുമ്പോ എല്ലാം ഒരുമിച്ചേ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് ആരും അങ്ങനെ ഞാൻ കുറെ നാള് ഇപ്പം ഡെലിബറേറ്റ്ലി എടുക്കുന്ന ബ്രേക്ക് ആയിരിക്കും. പക്ഷെ വരുമ്പോ എല്ലാം ഒരുമിച്ച് വരുമ്പോ അത് എന്നെ ഭയങ്കര സ്ട്രെസ് ഔട്ട് ചെയ്യും. എല്ലാ സിനിമകളും ഇപ്പൊ കിഷ്കിന്ധാകാണ്ഡത്തിന്റെ സമയത്ത് തന്നെയാണ് ഞാൻ റായൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം സെയിം ടൈം. അപ്പൊ പക്ഷെ ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ ആക്ച്വലി. പക്ഷെ ഇത് എന്റെ കയ്യിലുള്ള കാര്യമല്ല. ബാക്കി എല്ലാവരും ഒരുമിച്ച് വരണം, ഷൂട്ട് ചെയ്യാൻ ഡേറ്റ് തരണം, കമ്മിറ്റ് ചെയ്തും പോയി. ചിലപ്പോ തിരിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ലേ, അതുകൊണ്ട് കമ്മിറ്റ് ചെയ്യണം. മേടിച്ചതൊക്കെ തീർന്നു ചെയ്തേ പറ്റുള്ളൂ. നല്ല ചെലവാ, വെറുതെ നല്ല. പക്ഷെ അത് അവരുടെ ചെലവിന്റെ നമ്മള് അഡ്വാൻസ് മേടിച്ചാൽ പണം ചെയ്തിട്ട് അവരുടെ പോകുള്ളൂ. അഡ്വാൻസ് മേടിക്കണമെന്ന് ഒന്ന് ആലോചിച്ചേ മേടിക്കുള്ളൂ. അതെ അതെ, സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി നല്ല രീതിക്ക് സ്റ്റഡി ചെയ്ത് അപ്പുറം ചെയ്തു വെച്ച സിനിമകൾ നമ്മൾ ഒന്നൊന്നായി പരിശോധിച്ചാലും അങ്ങനെ തന്നെ സിനിമകൾ ചെയ്യുന്നത് ഒരു വിജയത്തിലേക്ക് എത്തുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ്. അപർണയ്ക്ക് ഒരു ഭാഗ്യം, ആ അപർണയുടെ കൂടെ കൂടുന്നവർക്ക് ഒരു ഭാഗ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അതിനപ്പുറത്തേക്കുള്ള വിജയമല്ല കാഴ്ചവെച്ച ആ സിനിമ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആ സിനിമ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം. ജോബിച്ചായൻ തന്നെ ഞാൻ ഇത്ര പോലും പ്രതീക്ഷിക്കാൻ ജോബിച്ചായൻ പറയും, പക്ഷേ ജോബിച്ചായൻ പോലും അത്ഭുതപ്പെടുത്തിയുള്ള വിജയമാണ്. അതൊരു ഭാഗ്യമുള്ള ഒരു ആക്ടർ എന്ന നിലയിലേക്കും കൂടെയാണ്. പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ബാഹുലേട്ടന്റെ എഴുത്തും രഞ്ജിയേട്ടൻ അത് ഡയറക്റ്റ് ചെയ്തുകൊണ്ടുമാണ് അതങ്ങനെ ആയത്. അപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു പടം ഇപ്പൊ കിഷ്കിന്ധയ്ക്ക് കിട്ടിയ ആ ഒരു റിസെപ്ഷൻ വെറുതെ ഇപ്പൊ നമ്മളൊരു ഫ്ലൂക്കിനൊന്നും അങ്ങനെ കിട്ടൂല. അങ്ങനത്തെ ഒരു സിനിമയല്ല അത് തീർച്ചയായിട്ടും അവര് അതിലേക്ക് അത്രയും എഫേർട്ടും അത്രയും റിസർച്ചും അവർക്ക് അറിയായിരുന്നു എന്താ അവരുടെ പ്രൊഡക്റ്റ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഭയങ്കര ലൈറ്റ് ആയിരുന്നു. നമ്മൾ ഷൂട്ടിംഗ് ഭയങ്കര ഇത് ഇങ്ങനെ ആവാൻ പോകുന്ന സിനിമയാണെന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ദിൻജിയേട്ടനും ബാഹുലേട്ടനും വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ പടം എങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് ഈ പടത്തിന്റെ മൂഡ്. നമ്മളപ്പോൾ ഒരു ചില വാക്കുകൾ, കുഞ്ഞു വാക്കുകളാണെങ്കിൽ പോലും തിരുത്താൻ സമ്മതിക്കില്ല. പക്ഷെ അറ്റ് ദി സെയിം ടൈം ചില സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞോളാനും പറയും. അപ്പം ആ ക്ലാരിറ്റി വളരെയധികം ഉള്ള ഡയറക്ടർ. അപ്പം എനിക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റിയത് എന്റെ ഭാഗ്യം, അത് വേറെ കാര്യം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പടം ഇത്രയും വിജയിച്ചത്. അത് അവർക്ക് ആ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട്. അത് എല്ലാ പടവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും ചലഞ്ച് ചെയ്ത് മത്സരമാണ് ഈ സിനിമയിൽ. ഞാൻ ട്രെയിലറാണ്, മത്സരിച്ച് അഭിനയിക്കേണ്ട ഒരു സിനിമയാണ്. അതിലൊരു ഒരു ഇമേജും നോക്കാൻ പറ്റില്ല. ആ രീതിക്കാണ് ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ എനിക്ക് കണ്ടപ്പോഴും ബോധ്യം, ഒരു ഇമേജും നോക്കാതെ ഉള്ള അഭിനയമാണ്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ നമ്മൾ ചെയ്യാം എന്നൊരു തീരുമാനിക്കണം. ആദ്യ മലയാള സിനിമയാണ്. അവിടെയാണ് അവിടെ മലയാള സിനിമ വേറെ ഇറങ്ങി, ആദ്യ മലയാള സിനിമയാണ്. ഒരു പുതിയ സംവിധായകന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ്? അത് എല്ലാവർക്കും മെയിൻ റീസൺ ആണ് സ്ക്രിപ്റ്റ്, പിന്നെ അതിലുള്ള ക്യാരക്ടേഴ്സ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അവർ. പിന്നെ അവർ ഇപ്പോൾ എൻ്റെ പടം കാണുമ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് എപ്പോഴും അതൊരു വൈറ്റ് ഇല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ വരില്ലേ, എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡ് വരും. അതെന്താ വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ തന്നെ, അവർ തെറ്റും ചെയ്യും ശരിയും ചെയ്യും, അങ്ങനത്തെ ആൾക്കാരല്ലേ. ഈ ക്യാരക്ടറിലും എല്ലാ ക്യാരക്ടറിലും ആ ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചാലഞ്ചാണ്. ഒരു മലയാളം ഇൻഡസ്ട്രി, വെൻ യു ടേക്ക് ദ നെയിം ഓഫ് മലയാളം ഇൻഡസ്ട്രി, ഫാന്റാസ്റ്റിക് ആക്ടേഴ്സ് കം ഫ്രം ദിസ് സ്പേസ്. ഇവിടെ വന്നിട്ട് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതുവരെ ചെയ്യാതെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അതെൻ്റെ ഭാഗ്യമാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമോ, ആ ചാലഞ്ച് എനിക്ക് എടുക്കാൻ പറ്റുമോ, ആ ഒരു ചാലഞ്ചിന്റെ ആൻസറാണ് ഇതിന്റെ എക്സ്പ്ലോറേഷൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.